ഇപ്പോൾ 1/2 പറ്റി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അതാണ് 1/2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പോൾ എനിക്ക് എൻ്റെ മുമ്പത്തെ ചിത്രങ്ങൾ പോലെ തന്നെ ഒരു നറേറ്റീവിൽ, ഇതിൻ്റെ ഈ സിനിമയുടെ നറേറ്റീവിലൊരു പുതുമ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലറായിരിക്കും 1/2. മുരളിയാണെങ്കിലും ഫഹദാണെങ്കിലും രണ്ടുപേരും ശരിക്കും വളരെ നല്ല ആക്ടേഴ്സാണ്. അപ്പം അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഈ വളരെ ഷോർട്ട് കരിയറിൽ തന്നെ അവർ രണ്ടുപേരും വളരെ വേഴ്സറ്റൈൽ ആയിട്ടാണ് അവർ പെർഫോമൻസസ് നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാരക്ടേഴ്സ് കൊടുക്കുമ്പോൾ എനിക്ക് ചൂസ് ചെയ്യുമ്പോൾ വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫഹദിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഫഹദ് ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഫഹദ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്. ഈ ലെഫ്റ്റ് നടക്കുമ്പോൾ തന്നെ ജയമോഹനുമായിട്ട് ഞാൻ സംസാരിക്കുകയും അപ്പോൾ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചൊരു പ്രോജക്റ്റാണ് ഈ 1/2 എന്ന് പറയുന്നത്. അപ്പം അതൊരു പ്രത്യേകിച്ച് കാരണമില്ല. അപ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആ തീം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ 1/2 എന്ന് പറഞ്ഞ ചിത്രത്തിലേക്ക് ഈ ലെഫ്റ്റ് കഴിഞ്ഞ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. കാരണം എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ 3 ചിത്രങ്ങളും ഇതിന് മുമ്പുള്ള 3 ചിത്രങ്ങളും 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിത്രങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും ഒരു നറേറ്റീവ് ന്യൂനെസ് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പുതുമ എനിക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ എനിക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീമിലേക്ക് അറൈവ് ചെയ്തത്. അതിൻ്റെ ശ്രമമാണ് ഞാനും എൻ്റെ ടീമും ഇവിടെ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നു 1/2. അതിൻ്റെ ശ്രമമാണത്. ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണ് 1/2 ചെയ്യാൻ നോക്കുന്നത്. സൈക്കോളജിക്കൽ ത്രില്ലർ ആകുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരം വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ്, ഇപ്പോൾ 1/2 എന്ന് പറയുന്നത് നമ്മൾ തന്നെ 1നെ 2ആയി കാണുന്ന അല്ലെങ്കിൽ 2നെ 1ആയി കാണുന്ന മനസ്സിനെക്കുറിച്ചുള്ള ഒരു മനസ്സ് മനുഷ്യരെ നയിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സിനിമയാണിത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഴഹൻ പെരുമാളാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ഫിലിം 1/2. മുരളി ഗോപിയുടെ ഒരു അച്ഛൻ്റെ കഥാപാത്രം. ഈ പടം ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ആൻഡ് ഫഹദ് ഫാസിലും മുരളി ഗോപിയൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് അവരൊക്കെ.
അവരുടെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയാം. റിയലി ഐ എം വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ് ടു ആക്ട് ഇൻ ദ മൂവി. ഒരു സസ്പെൻസ് കൂടിയുള്ള ഒരു കഥാപാത്രമാണ്. ബേസിക്കലി ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒരു പവർഫുൾ മാൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എൻ്റെ ആദ്യത്തെ ഒരു മലയാള പടം അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഉണ്ടാവണം എന്ന് എനിക്കൊരു ഭയങ്കര സ്വപ്നമായിരുന്നു. ഐ എം റിയലി വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നമസ്കാരം, ഞാൻ ഫാത്തിമ ബാബുവാണ്. നിങ്ങൾ എന്നെ ചില പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അരുൺ കുമാറിൻ്റെ 1/2 എന്ന ഫിലിമിൽ ഞാൻ മുരളി ഗോപി സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അരുൺ കുമാറിൻ്റെ ഫിലിം എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് സോ ഹാപ്പി. എനിക്ക് അവരുടെ ആദ്യത്തെ 2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കോക്ടെയിലും പിന്നെ ഈ അടുത്ത കാലത്തും. എനിക്ക് അവരുടെ കഥ പറയുന്ന രീതി, പിന്നെ ഓരോരോ ക്യാരക്ടറിനും അവർ തരുന്ന ഇമ്പോർട്ടൻസ്, ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഐ ഡിഡ്ന്റ് ടോക്ക്, വേറെ ഏതും നോക്കാതെ എല്ലാ ഡേറ്റ്സൊക്കെ ഒതുക്കി തന്നതാണ് അരുൺ കുമാറിൻ്റെ ഈ ചിത്രത്തിന്. ഇവിടെ വന്നപ്പോൾ എനിക്ക് പാലക്കാടിൽ കുറച്ച് ദിവസങ്ങളുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബാംഗ്ലൂരിലും ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ടു മീ. വെരി ഗുഡ് ആർട്ടിസ്റ്റ് ലൈക്ക് ഫഹദ് ഫാസിൽ, മുരളി ഗോപി, പിന്നെ അഴകം പെരുമാൾ സാർ, അഭിനയ, ഹണി റോസ്, ഇവരോടൊക്കെ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് ടു മീ ടു ആക്ട് ഇൻ ദിസ് ഫിലിം. ഓരോ സീനും അവരൊക്കെ ഓരോരോ സീനിനെ അവർ ഓരോരോ ഷോട്ടിനെ അവർ ഇംപ്രവൈസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പഠിക്കാൻ കുറേ ഉണ്ട്. ഇറ്റ്സ് എ നൈസ് റോൾ. ഐ എം ഡൂയിങ് എ മദർ ഓഫ് മുരളി ഗോപി. നല്ല സ്നേഹമുള്ള ഒരു അമ്മയാണ്. ഈ പടത്തിൻ്റെ റിലീസ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു. ദിസ് വിൽ ബി എ ലാൻഡ്മാർക്ക് ഫിലിം ഇൻ ദ മലയാളം ഇൻഡസ്ട്രി. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഫിലിമാണ് 1/2. അതിൽ ഞാൻ ചെയ്യുന്നത് മുരളി ചേട്ടൻ്റെ പേരായിട്ടാണ് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇതുവരെയും ഞാൻ ചെയ്തത് ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞ് വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ തേടിയെത്തുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് 1/2 ചെയ്യുന്നത്. ക്യാരക്ടറിൻ്റെ പേര് പ്രേമ എന്നാണ്. ഡോക്ടറായിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഡോക്ടറൊന്നും ആവാൻ പറ്റിയില്ലെങ്കിലും സിനിമയിൽ ഡോക്ടറായിട്ട് അഭിനയിക്കാൻ കഴിയുന്നു, അതൊരു സന്തോഷം. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ അരുൺ കുമാർ അരവിന്ദ് സാറാണ്. അദ്ദേഹം മലയാളത്തിൽ ചെയ്ത എല്ലാ പടങ്ങളും വലിയൊരു എന്താ പറയുക പ്രേക്ഷക പ്രീതി നേടിയ സിനിമകളാണ്, വിജയിച്ച സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക ഫസ്റ്റ് ടൈമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വളരെ സപ്പോർട്ടീവാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. അവർ ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. പിന്നെ മുരളിച്ചേട്ടൻ്റെ കൂടെയും മുരളിച്ചേട്ടനെ ഞാൻ സിനിമകളൊക്കെ കാണുമ്പം കണ്ടിട്ടുള്ള ഒരു ഇമേജ് അല്ല ഇവിടെ വന്ന് കാണുമ്പോൾ ഉള്ളത്. വളരെ ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്.
പിന്നെ ഭഗതേടൻ്റെ കൂടെ 5 സുന്ദരികൾ ചെയ്തിട്ടുണ്ട്. അതിന് വളരെ നല്ല ഒരു റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇത് 2ാം തവണയാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണിപ്പോൾ. നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എന്താ പറയുക, ഒരു സുന്ദരിയായിട്ടുള്ളൊരു ഡോക്ടറാണ് ഡോക്ടർ പ്രേമ എന്ന് പറയുന്നത്. പിന്നെ പക്ഷേ അവളുടെ ലൈഫിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ എന്താ പറയുക, അതിൻ്റേതായ സീരിയസ്നെസ്സോടു കൂടി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. എന്തായാലും നന്നായി ചെയ്യാനുള്ള, പെർഫോം ചെയ്യാനുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രേമ. ഇത് ഒരുപക്ഷെ മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതായിട്ടും എനിക്ക് അറിവില്ല. കാരണം അത്ര രസകരമായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര രസമായിട്ട് കാണുന്ന അത്രയും സെലക്റ്റീവായൊരു സബ്ജക്റ്റാണ് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം ഒരു വളരെ നല്ലൊരു വിജയമായിരിക്കും. ഫഹദ് ഫാസിലും മുരളിച്ചേട്ടനും പിന്നെ വളരെ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും തന്നെ പിന്നെ വളരെ ഒരു എന്താ പറഞ്ഞ ഒരു അർപ്പണബോധത്തോടെ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. ഒരു ടീം വർക്കാണിത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ രാകേഷ് സാറായാലും ഡയറക്ടറായാലും പിന്നെ എല്ലാ ടെക്നീഷ്യൻസും ഒരേ മനസ്സോടെ നിന്നാണ് ഈ പടം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇതൊരു എന്താ പറയുക ഒരു വർക്കായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും കൂടിയുള്ളൊരു രസകരമായ ഒരു എന്താ പറയുക ഒരു കുടുംബം പോലെ അങ്ങനെ പോവുകയാണ്. കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും പിന്നെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമാകാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ഞങ്ങളുടെ ഈ ഒരു ടീം വർക്കിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.